നാശോന്മുഖമായി മാറിയ കൊല്ലം കൊട്ടാരക്കരയിലെ തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാ മ്യൂസിയത്തിന് പുനരുദ്ധാരണം. ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും തമ്മിലുള്ള തർക്കങ്ങളെ തുടർന്നായിരുന്നു വീരകേരളവർമ്മയുടെ പേരിലുള്ള മ്യൂസിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നത്. നിലവിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് കെട്ടിടം. പഴമയുടെ പ്രൗഢി ഉൾക്കൊള്ളുന്ന കൊട്ടാരം സംരക്ഷണം ലഭിക്കാതെ നാശത്തിന്റെ വക്കിലായിരുന്നു. കാലപ്പഴക്കം കാരണം കൊട്ടാരത്തിന്റെ മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മ്യൂസിയത്തിന്റെ നവീകരണത്തിനായി തുക അനുവദിച്ചു. പക്ഷേ പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡുമായുള്ള തർക്കത്തെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായില്ല. തർക്കങ്ങൾക്ക് പരിഹാരമായതോടെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 33,60,000 രൂപ ഫണ്ടുണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ, അതായത് ദേവസ്വം ബോർഡുമായിട്ടുള്ള ചില ഇഷ്യൂ പ്രകാരം നമുക്ക് പണി കുറച്ച് നീണ്ടുപോയി. എങ്കിലും ദേവസ്വം ബോർഡിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് പണി തുടങ്ങാനുള്ള അനുവാദം ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുകയും പുതിയ എഗ്രിമെന്റും പ്രകാരം ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മാസത്തോളം എടുക്കുമെന്നാണ് കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്. സുദർശൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറാണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. വളരെ വേഗം തന്നെ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് 2 മാസത്തിനകം തുറന്നു കൊടുക്കാവുന്ന ഒരു വിശ്വാസത്തിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 2011 മുതലാണ് കഥകളി മ്യൂസിയം തമ്പുരാൻ മ്യൂസിയത്തിൽ പ്രവർത്തിക്കുന്നത്. ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭ്യമാക്കാതെയാണ് മ്യൂസിയം വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്നതെന്നും ആരോപണമുണ്ട്. ഓടുകൾ മാറ്റിസ്ഥാപിച്ചും പുതിയ തടികൾ ഉപയോഗിച്ച് പഴമ നിലനിർത്തിയും നവീകരിക്കാനാണ് ലക്ഷ്യം. ഈ പരിചയസമ്പന്നരായ നമുക്ക് ജോലിക്കാരുണ്ട്, അവർ തന്നെയാണ് ഇതെല്ലാം പണിയുന്നത്. നമ്മളെ മിക്കവാറും കൊട്ടാരങ്ങളും കോവിലുകളൊക്കെ നമ്മൾ പണിയുന്നത് ഈ മോശമായിട്ടുള്ള തടികളെല്ലാം മാറ്റിയിട്ട് നല്ല ആഞ്ഞിൽ തടിയിൽ, വെള്ളമൊന്നുമില്ലാത്ത നല്ല ആഞ്ഞിൽ തടിയിൽ അതിന് പുറത്ത് അണ്ടിക്കറ അടിച്ച് അങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്. പിന്നെ എല്ലാം നല്ല രീതിയിൽ ചെയ്യുക, അതാണ് നമ്മുടെ നിർദ്ദേശം. അങ്ങനെയാണ് എല്ലാം പോയിരിക്കും. അവിടെ ഇതെല്ലാം കംപ്ലീറ്റ് എല്ലാം പോയിട്ടുണ്ട്. അതെല്ലാം മാറ്റി എല്ലാം പുതിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൂണുകളും കഴുക്കുകളും എല്ലാം മാറ്റും. എല്ലാം പോയിട്ട് മോശമായിട്ടുള്ള എല്ലാം. ഗണപതി ക്ഷേത്രത്തിന് സമീപമായി പ്രവർത്തിക്കുന്ന പൈതൃക കേന്ദ്രത്തിന്റെ രാജവീഥികൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ജനം, കൊല്ലം.